ശിവദാസനാണ് ബാലരാമപുരത്ത് നിന്ന്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരം. കുറെ ചർച്ച ചെയ്തതാണ് സാർ. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, തന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത്. എന്ത് ഈ പാളി ജനൽപ്പാളി നന്നാക്കിയാലും ഡോറ് നന്നാക്കിയാലും എന്ത് നന്നാക്കിയാലും തന്ത്രി അറിഞ്ഞ ശേഷം അവർ കുറ്റപ്പെടുത്തി അതിന് പെട്ട അധികാരികളെ ഏൽപ്പിക്കും. പക്ഷെ കൊണ്ടുപോണ സമയത്ത് തന്ത്രി കൊള്ളയടിക്കാണ് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന് അറിയില്ല. പരിപൂർണമായി ഞാൻ പറയാം, തന്ത്രിക്ക് അയ്യപ്പന്റെ വിഗ്രഹം മോട്ടിക്കാനോ ജനൽപ്പാളി മോട്ടിച്ച് കഴിക്കേണ്ട ആവശ്യം തന്ത്രിക്കില്ല. ആൾക്കാർ ഇഷ്ടംപോലെ ആശ്രയിക്കുന്നുണ്ട്. ശബരിമലയില് സ്ത്രീകളെ കയറ്റി കൊണ്ടുവന്ന് ചെറിയ സംശയം, ഇനി അവർ അങ്ങനെ ഒന്നും ചെയ്തോ ചെയ്തില്ലയോ ഒന്നും നമുക്കറിയില്ല. ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരാളെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന നിലപാട് തന്നെയാണുള്ളത്. പക്ഷേ അവർക്ക് ഇഷ്ടം പോലെ വകയുണ്ട് എന്നതിൻ്റെ പേരിൽ മോഷ്ടിക്കില്ല എന്ന്, അത് ഇവരല്ല ഇനി ആരായാലും. ലോകത്തെ ഏറ്റവും വലിയ മോഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്ന സാധാരണക്കാരായ മനുഷ്യരല്ല. ലോകത്തെ വൻ കൊള്ളകളൊക്കെ നടത്തിയിട്ടുള്ളത് പരമ്പരാഗതമായി തന്നെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ആളുകളൊക്കെയാണ് ഈ കൊള്ളകളൊക്കെ നടത്തിയിട്ടുള്ളത്. സാധാരണക്കാരെ വെട്ടിച്ച് എല്ലാം കൂടെ ചേർത്താൽ പോലും അവരിൽ ഒരാൾ വെട്ടിച്ചതിൻ്റെ തുക പോലും എത്തില്ല. അപ്പോൾ ഈ കാശുള്ളത് കൊണ്ട് വെട്ടിക്കില്ല, എൻ്റെ വീട്ടിൽ നല്ല കാശുള്ളതുകൊണ്ട് ഞാൻ വെട്ടിക്കില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാശുള്ളവർ തന്നെയാണ് കൂടുതൽ വലിയ മോഷണങ്ങൾ നടത്തുന്നത്, അതിന് യാതൊരു സംശയവുമില്ല. അതിനോട് ഞാൻ പറഞ്ഞുതരാം. കാശിന്റെ കാര്യം അദ്ദേഹം ശ്രീഭക്ത അയ്യപ്പന്റെ കേരളപുത്രനായ ശ്രീ അയ്യപ്പന് ഉള്ള ഒരു കാര്യം, ഒരു തരി മണ്ണ് പോലും അവർ കൊണ്ടുപോയി മോട്ടി തിന്നാറില്ല. അവര് കൊടുക്കുന്ന ആദായങ്ങളും അവർക്ക് കിട്ടുന്ന ദക്ഷിണകളും കോടികളാ ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്കറിയാം, ലക്ഷങ്ങളാ കിട്ടുന്നത്. ശമ്പളം തുച്ഛമായിരിക്കാം, അതവർക്കുണ്ട്. അയ്യപ്പന്റെ ഒരു തന്നെ മണ്ണ് പോലും അവർ വിട്ടിക്കൊണ്ട് പോകില്ല. എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ കള്ളനായ മുദ്ര കുത്താൻ ഈ കള്ളന്മാരും ജയിലിൽ കിടക്കുന്ന കള്ളന്മാർക്ക് ഇവിടെ നമ്മളെന്തിനാണ് ഈ അവിടെ നിന്ന് ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശാൻ കൊണ്ടുപോകുമ്പോഴും കട്ടിളപ്പടി ഇളക്കിക്കൊണ്ട് പോകുമ്പോഴും ഒന്നിലേറെ തവണ ഇത് കൊണ്ടുപോയ സമയത്തെല്ലാം ഇവരോട് ബോർഡ് അനുമതി ചോദിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം ദൈവഹിതം നോക്കി, ഇവർ പറയുന്നത് അങ്ങനെയാണ്, താന്ത്രിക വിധി പ്രകാരം ദൈവഹിതം നോക്കി ഞങ്ങൾ അനുമതി നൽകി. അപ്പോൾ എന്തായാലും ഈ കള്ളത്തിനും കൊള്ളക്കൊന്നും ദൈവഹിതമുണ്ട് എന്ന് കരുതാനാവില്ലല്ലോ. അപ്പോൾ ഒന്നുകിൽ അവർ ദൈവഹിതം അട്ടിമറിച്ചു, അല്ലെങ്കിൽ ഇവർ അറിഞ്ഞുകൊണ്ട് ഈ കൊള്ളയ്ക്ക് കൂട്ടുന്നു എന്നല്ലേ അതിനർത്ഥം? ഇല്ല സാറേ, ദേവഗീതം എന്ന് പറഞ്ഞ സംഭവം അതിന്റെ ഹിന്ദു ആചാരപ്രകാരമുള്ള ചർച്ച വാക്കാണ്. അത് അവിടെ ഈ ഒരു പ്രശ്നം വരുമ്പോൾ ഉദ്ധരിക്കുന്നത്. അല്ലെ ശിവദാസൻ, എങ്ങനെയാണ് പിന്നെ ഇവർ അനുമതി നൽകുന്നത്? ഇവർക്ക് ഇവരുടെ താന്ത്രിക വിധി പ്രകാരം ദൈവത്തിന് ഇത് താല്പര്യമുണ്ടോ ഇല്ലയോ? ശബരിമലയിലെ പല വികസന പ്രവർത്തനങ്ങളും ദൈവത്തിന് താല്പര്യം, ദൈവഹിതം ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ശബരിമലയിലെ പല നടക്കാൻ ദൈവഹിതം ഉണ്ട് എന്ന് പറഞ്ഞ് ഇവർ പറയുന്നതാണല്ലോ, അല്ല നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. അവരാണ് പറയുന്നത്, അതാണ് ആചാരം, അതുകൊണ്ട് അവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. അത് നോക്കി പറയുന്ന ആളുകൾ എന്തായാലും മോട്ടിക്കാൻ ദൈവത്തിന്റെ ഹിതം ഉണ്ടാവില്ലല്ലോ, അത് ഉറപ്പാണല്ലോ. ഇല്ല സാറേ, നാടും വളരും കോവിലും വളർന്നപ്പോ പണ്ടത്തെ ശ്രീകോവിലല്ല അയ്യപ്പ ക്ഷേത്രം. കോടി വരുമാനമുള്ളതാണ്. വളർന്ന് വരുമ്പോൾ അവർ അനുവാദം കൊടുക്കുമ്പോൾ തിരിച്ച് എനിക്ക് ഓടിച്ചിട്ട് പകുതി തരണം, ഈ പാളി ഉരുക്കി ജനൽപ്പാളി ഉരുക്കിയിട്ട് അയ്യപ്പന്റെ വിളക്ക് ഉരുക്കിയിട്ട് അല്ലെ അയ്യപ്പന്റെ ജനൽപ്പാളി ഉരുക്കിയിട്ട് അയ്യപ്പൻ ഡോർ ഉരുക്കിയിട്ട് എനിക്ക് 800 ഗ്രാം തരണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ആ അയ്യപ്പ വിശ്വാസം പുരോഗമിച്ച് വരാൻ വേണ്ടി അവർ ഈ അയ്യപ്പന്റെ നാമത്തിൽ കൊടുത്തോ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ 3 കള്ളന്മാർ കിടക്കുന്നവരെ എനിക്ക് ഇപ്പോഴും അവരെ കിടന്ന് പറയാൻ പറ്റൂല. അവര് കള്ളന്മാരാണെന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്? അവരും തന്ത്രിയും എല്ലാം ഒരേപോലെ കുറ്റാരോപിതരാണ്. ഇവരെല്ലാം സംശയത്തിന് നിഴലിലാണ്. അവർക്കും തന്ത്രിക്കും എല്ലാം ഒരേപോലെയുള്ള സംശയത്തിന് നിഴലിലാണ്. അവര് കള്ളന്മാരാണോ തന്ത്രി കള്ളന്മാരാണോ നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ. പിന്നെ എങ്ങനെ ഈ നടന്നത്? അവിടെ മോഷണം നടന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ആ മോഷണം എങ്ങനെ നടന്നു, അതിൽ ആരൊക്കെ പങ്കാളികളായിരുന്നു എന്നതിലാണ് അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആളുകളോ അല്ലെങ്കിൽ തന്ത്രിയോ ഇവരാരെങ്കിലും കള്ളന്മാരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കണ്ടുപിടിക്കും. അതിനാണ് കോടതി നിയമിച്ചിട്ടുള്ളത്. തന്ത്രിയല്ല കേന്ദ്രിയല്ല, ഇനി ആരായാലും അവരനുഭവിച്ചേ പറ്റൂ. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു കാരണവശാലും തന്ത്രി എവിടെ പോയിട്ട് വന്നിട്ട് തന്ത്രി എന്ന കുടുംബത്തെ അവർക്ക് ഒരു കാരണവശാലും അവർ മനസ്സറിഞ്ഞുകൊണ്ട് ഒരിക്കൽ ചെയ്യുന്ന വിശ്വാസം എനിക്കുണ്ടനിയാ. വിശ്വാസം എങ്ങനെ വേണമെങ്കിലും ആവാം, ഓരോരുത്തർക്കും ഓരോ ആളുകളെ. ഇപ്പോഴും പറയുന്നു, മനസ്സുകൊണ്ടും ധൈര്യം കൊണ്ടും മുഖഭാവം കൊണ്ടും ഒരു ദൈവശക്തി കൊണ്ടും മുസൽമാനും ക്രിസ്ത്യാനിയും ബാബരും അയ്യപ്പന് ഹിന്ദു എല്ലാം കുടികൊള്ളുന്ന ശ്രീകോവിൽ സത്യസമസ്യ എന്നുള്ള ഉണ്ടെങ്കിൽ ഇപ്പോഴും പറയുന്നു, ഒരു അയ്യപ്പന്റെ പേരിൽ അവർ ഒരു തരി മണ്ണ് പോലും മോട്ടിക്കില്ല. ഈ മോട്ടിച്ചത് തന്നെയും അവർക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് അയ്യപ്പന്റെ സ്വർണ്ണങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് അവിടെ അയ്യപ്പന്റെ നിയമം ചെയ്ത് മാപ്പ് തിരേണ്ട കേസുകളേ ഉള്ളൂ സാറേ. ശരി, ശിവദാസനാണ് ബാലരാമപുരത്തു നിന്നാണ് പ്രതികരിച്ചത്. മറ്റേ ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത്? നമസ്കാരം കിരണേ. നമസ്കാരമുണ്ട് കിരണേ. ഈ നമ്മുടെ രാജീവ് തന്ത്രി എന്ന് പറയുന്ന തന്ത്രി വർഷങ്ങളോളമായിട്ട് ആ
ശബരിമലയുടെ അധീനതയിലുള്ള ആളാണ്. പുള്ളിയുടെ അവിടുത്തെ പിടിപാടെന്ന് പറഞ്ഞാൽ മോശമൊന്നുമല്ല. പന്തളം കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അതുപോലെ അന്നത്തെ മോഹനൻ തമ്പുതിരി, ആ പുള്ളിക്കും ഇതിനകത്ത് മനസ്സറിവുണ്ട്. ഈ രാജീവ് തന്ത്രിക്ക് മനസ്സറിവില്ലെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആവശ്യമില്ല, അയ്യപ്പനെ ഗ്രഹിക്കുന്ന ആരും സമ്മതിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 18ാം പടി മുതൽ ശ്രീകോവിൽ വരെ പുള്ളിയുടെ അതിരിലാണ്. പിന്നെ കിരൺ കണ്ടിട്ടുണ്ടോന്നോ എനിക്ക് സംശയമുണ്ട്. കിരൺ ശ്രദ്ധിക്കാൻ അറിയാം. ഹരിവരാസനം പാടി ലാസ്റ്റ് ഇപ്പോഴത്തെ തന്ത്രി, നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വർഷം തെരഞ്ഞെടുക്കപ്പെടുന്ന തന്ത്രി ഹരിവരാസനം പാടി താക്കോൽ കൂട്ടം ഏൽപ്പിക്കുന്ന ആരെയെന്നറിയോ? ഈ തന്ത്രിനെയാണ് ഏൽപ്പിക്കുന്നത്, ഈ രാജീവ് തന്ത്രി ഏൽപ്പിക്കുന്നത്. രാജീവ് തന്ത്രിക്ക് അറിയാതെ അവിടുന്ന് ഒരു ഇല പോലും അവിടെ ഇറങ്ങിയാല. അതേസമയം അവിടെയുള്ള ഏതെങ്കിലും ഒരു കെട്ടിടത്തിലോ ദേവസ്വം ബോർഡിൽ നിന്നോ എന്തെങ്കിലും പോയെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ വിശ്വസിക്കാം. രാജീവ് തന്ത്രിക്ക് അതിനകത്ത് ഒരു ഇടപാടുമില്ല. പക്ഷെ ശ്രീകോവിലിനെ സംബന്ധിച്ച് രാജീവ് തന്ത്രിക്കാണ് അവിടുത്തെ പൂർണ്ണ അവകാശം. അയ്യപ്പനോട് ചുറ്റുമുള്ള ആ 18ാം പടി മുതൽ രാജീവ് തന്ത്രിയുടെ കസ്റ്റഡിയിലാണ്. അവിടെ ഏത് പൂജ നടക്കണം, എന്ന് നടക്കണം, പടിപൂജ നടക്കുന്ന പോലും കണ്ടിട്ടുണ്ടോ? രാജീവ് തന്ത്രിയാണ് അവിടെ പടിപൂജ നടത്തുന്നത്. വേറെ ആർക്കും അവിടെ സ്ഥാനമില്ല. അപ്പൊ ഈ രാജീവ് തന്ത്രിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അറിയില്ല. ഈ രാജീവ് തന്ത്രി പത്മകുമാർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫാമിലിപ്പെട്ട ആളാ. അതായത് നമ്മുടെ രാഘുലീശ്വറിന്റെ ഫാമിലിപ്പെട്ട. അപ്പൊ മോശം വരാൻ ഒരു കാര്യമില്ല. അത് കാരണം ഇതിനകത്ത് കളിപ്പിക്കാനും നോക്കണം. രാജീവ് തന്ത്രിക്ക് അതിനകത്ത് മെയിനായിട്ട് ഉത്തരവാദിത്തമുണ്ട്. വീതം മാത്രമേ ഇനി ഉദ്യോഗസ്ഥന്മാരോടും കോടതിയോടും പറഞ്ഞാൽ മാത്രം മതി. ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ട. ശ്രീ അയ്യപ്പസ്വാമി ഒരുത്തരം പിടിയില്ല. അയ്യപ്പസ്വാമിയൊക്കെ ഞങ്ങൾ അഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആളാണ്. അയ്യപ്പസ്വാമി ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കും. അയ്യപ്പസ്വാമി കണ്ട ഓരോ സീസണിൽ ഓരോന്ന് കറക്റ്റ് മുഹൂർത്തമാകുമ്പോൾ അയ്യപ്പസ്വാമി പോയിക്കൊണ്ടിരുന്നില്ല. അതുകൊണ്ട് അയ്യപ്പസ്വാമി ആരും പിടിയല്ല. അതിനകത്ത് ആര് തെറ്റാണെന്ന് പിടിയല്ല. ശബരിമല ധർമ്മശാസ്ത്ര വരികര സുധൻ ആനന്ദ് ചിത്തൻ അയ്യനയ്യപ്പ സ്വാമിയാണ്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ശ്രീ സുനിൽകുമാർ നമസ്കാരം പറഞ്ഞിരിക്കുന്നു. അവർ പലർക്കും നമസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ജയകുമാറും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കട്ടിള വരെ അഴിച്ചു കൊണ്ടുപോയപ്പോൾ അതെവിടെ പോയി എന്ന് ഉറപ്പുവരുത്താൻ തന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ട്. അന്യായമായി പുറത്തേക്ക് പോയെങ്കിൽ അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കണമായിരുന്നു എന്ന അഭിപ്രായം സുനിൽകുമാർ പറയുന്നുണ്ട്. കളവിൽ പങ്കുണ്ടോ ഇല്ലയോ എന്ന് കോടതി തീരുമാനിക്കേണ്ട, ബട്ട് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നും സുനിൽകുമാർ ചൂണ്ടിക്കാണിക്കുന്നു. പൂണൂലിട്ട കള്ളന്മാരെ ദേവനും തിരിച്ചറിഞ്ഞില്ല എന്ന് സദാനന്ദൻ പറയുന്നു. ജോവ തന്ത്രിയെല്ലാം ജ്ഞാനദൃഷ്ടിയിൽ കണ്ട് ദൈവഹിതം അറിയുന്നവരാണ്. അതുകൊണ്ട് ദൈവം ഈ മംഗ്ലീഷ് എഴുതരുത്, നമുക്ക് വായിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ദൈവഹിതം നോക്കേണ്ട തന്ത്രി ദേവസംഹിതം നോക്കിയതാണോ പ്രവർത്തിച്ചതെന്ന് സംശയം. അയ്യപ്പ സംഗമം നടത്തി ഇത്രയും പുറത്തു വന്നില്ലേ, ബാക്കി സാക്ഷാൽ അയ്യപ്പൻ പുറത്തു കൊണ്ടുവന്ന് സുൽകുമാർ പറയുന്നു. സെബാസ്റ്റ്യൻ പറയുന്നു ദൈവത്തെ പോലീസ് രക്ഷിക്കട്ടെ എന്ന് പറയുന്നു. ജയകുമാർ പറയുന്നു ഇന്നലെ കല്യാണം കഴിച്ച ഇന്നലത്തെ കാര്യമാണ് അതിന് ആനപ്പിണ്ടം സ്വർണം അതൊക്കെ മോശപ്പെട്ട കമൻറ്റുകളൊക്കെയാണ് സെബാസ്റ്റ്യനൊക്കെ എഴുതിയിരിക്കുന്നത്. മോശമാണ് സെബാസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ കമൻറ്റുകൾ എഴുതുന്നത്. ജയൻ എന്തായാലും അതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ തർക്കങ്ങളൊക്കെ. രാജനാണ് തിരുവല്ലയിൽ നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത്? സാറേ, ഈ ക്രിമിനലെല്ലാം ഈ കള്ളക്കടത്തുകാരെല്ലാം ഈ പോറ്റിമാരെയും പൂജാരിമാരെയും ഒക്കെയാണ് പിടിക്കുന്നത്. ഇവരെയൊക്കെ ഉണ്ണികൃഷ്ണൻ പൂജാരിയായ പുള്ളിയെ വിളിച്ച് പുള്ളിയായിട്ട് ഏർപ്പാടിൽ ഈ തന്ത്രിയെ മന്ത്രിയെ എല്ലാം അയാളായി ഏർപ്പെടുത്തി കൊടുത്തേക്കുന്നത്. ഇവരെല്ലാം കൂടെ ചേർന്ന് ചെയ്തതാ. ഇതൊരു നമ്മുടെ ഒരു ഊഹഭോഗമാണ്, അല്ലാതെ സത്യവതാവണമെന്നില്ല. പക്ഷെ ഇങ്ങനെ ആയിരിക്കാം സംഭവിച്ചിരിക്കുന്നത്. ഈ ദൈവഹിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ